അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയയിലൂടെ നൂറുകണക്കിന് മജ്‌ലിസുകൾ നമുക്ക് കാണാം. രാത്രിയും പകലും ഉച്ചക്കും അസറിന് ശേഷവുമായി ഒരുപാട് മജ്‌ലിസുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ച് യൂട്യൂബിൽ ആരെങ്കിലും ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ അറിവിന്നിലാവെന്ന മജ്‌ലിസിനെ എന്നല്ല, ആദ്യമായി സോഷ്യൽ മീഡിയയിൽ മജ്‌ലിസ് തുടങ്ങിയത് ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഏക മറുപടി അത് അറിവിന്നിലാവ് എന്നാണ്. ആദ്യമായി നിങ്ങൾ ഏത് മജ്‌ലിസാണ് കാണുന്നത് എന്ന് കമന്റ് അടിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിവിന്നിലാവെന്ന ആത്മീയ മജ്‌ലിസ് ഏകദേശം 1000 ദിവസങ്ങൾ കഴിഞ്ഞു. ഏകദേശം 3 വർഷങ്ങൾ പിന്നിട്ടു. 3-4 വർഷത്തോട് അടുത്ത് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു ഒരു കാലത്ത് കണ്ടിരുന്നത്. ഒരു കാലത്ത് 6 ലക്ഷവും 7 ലക്ഷവും 1 മില്യൺ വരെ ആളുകൾ ലൈവിൽ പങ്കെടുത്ത ദിവസങ്ങൾ നമുക്ക് എണ്ണാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിങ്ങനെ ആളുകൾ കുറഞ്ഞു പോവുകയാണ്. ഏകദേശം ഇപ്പോഴും 1 ലക്ഷത്തിനടുത്ത് 80,000 90,000 ഇങ്ങനെയുള്ള ആളുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കുറഞ്ഞു നിൽക്കാനുള്ള കാരണമെന്ത്? വെറുതെയായി ഉസ്താദിന് നേരെ ഒരുപാട് ആളുകളാണ് വിമർശനം നടത്തിയത് എന്ന ഒരൊറ്റ കാരണത്താലാണ് ഈ മജ്‌ലിസിന്റെ ആളുകളൊക്കെ കുറയാനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാരണം, അതിരാവിലെ ഒരുപാട് മജ്‌ലിസുകൾ, ഉച്ച സമയത്ത് വേറെ മജ്‌ലിസുകൾ, അസർ സമയത്ത് പിന്നെയും മജ്‌ലിസുകൾ, ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ആ മജ്‌ലിസിലൊക്കെ പങ്കെടുത്ത് രാത്രിയാകുമ്പോൾ ചിലപ്പോൾ നെറ്റ്വർക്ക് സാധാരണഗതിയിൽ തീരാറുണ്ട്. അങ്ങനെയുള്ള കാരണത്താലായിരിക്കും പലരും ഇന്ന് മജ്‌ലിസ് കാണാതെ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അറിവിന്നിലാവ് മജ്‌ലിസ് മുമ്പ് കാണുന്നവരായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളവരാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ കാണാത്തത് എന്ന് ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഈ അറിവിന്നിലാവെന്ന ആത്മീയ മജ്‌ലിസ് സഫ്വാൻ സഖാഫി പത്തേപ്പിരിയം ഉസ്താദ് അവറുകളാണ് നേതൃത്വം നൽകുന്നത്. ഉസ്താദ് അവറുകൾക്ക് അല്ലാഹു തആല ചെറുപ്പകാലത്ത് തന്നെ വലിയ അനുഗ്രഹമാണ് കൊടുത്തത്. അത് ആ സമയത്തുള്ള ഉസ്താദുമാരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞതാണ്. ചെറുപ്പകാലത്ത് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഉസ്താദിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനുശേഷമാണ് പലരും അസൂയ കൊണ്ട് ഉസ്താദ് അവറുകളെ ഇല്ലാത്ത കേസുകളിട്ടും ഇല്ലാത്ത വിമർശനങ്ങൾ നടത്തിയും ഉസ്താദ് അവറുകളെ താഴ്ത്താൻ ശ്രമിച്ചത്. എന്നാൽ അല്ലാഹു തആല ഉസ്താദ് അവറുകളെ ഉയർത്തിക്കൊണ്ടേ പോവുകയാണ്. അല്ലാഹു തആല ഇനിയും ഒരുപാട് മജ്‌ലിസിന് നേതൃത്വം നൽകുവാനും ഒരുപാട് കാലം നാം ആ മജ്‌ലിസിൽ പങ്കെടുക്കുവാനും അല്ലാഹു തആല നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനിയൊരു വീഡിയോയിലൂടെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.